ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സദ്യയുടെ ഇഞ്ചി തൈര് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സദ്യക്കൊക്കെ വിളമ്പുന്നത്. ഓക്കെ, അപ്പം ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഏകദേശം ഒരു വലിയ പച്ചമുളക് പിന്നെ ഒരു ചെറുതും കൂടി എടുക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇഞ്ചി വേണം. ഞാനിവിടെ ഇപ്പോൾ ഒരു വിരൽ നീളത്തിൽ ഇഞ്ചി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങ ഞാൻ ഓൾറെഡി ചിരകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും വേണ്ട, ഇതൊന്ന് നമുക്കൊരു ചെറിയൊരു പിടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. അപ്പം ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളത്തിന് പകരം തൈര് തന്നെ വേണമെങ്കിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ഒരു നോക്കിയിട്ട് 1-2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകണം. ഓക്കെ, നല്ല തിക്ക് പേസ്റ്റായിട്ട് വരണം. ഞാൻ അരച്ചെടുത്ത ശേഷം കാണിച്ചു തരാം. നന്നായി നല്ല തിക്ക് പേസ്റ്റായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തൈരിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ ഉപ്പൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ചെറിയ പുളിയുള്ള തൈര് വേണം, എന്നാലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ അരച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, കുഞ്ഞ് റെസിപ്പിയാണ്. പക്ഷേ തൊട്ടുകൂട്ടാൻ ഇഞ്ചിപ്പുളിയും അച്ചാറും മാതിരി തന്നെ സദ്യക്ക് വിളമ്പുന്നതാണ് ഈ ഇഞ്ചി തൈര്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ അടപ്പിലും കുറച്ചിരിപ്പുണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പം നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കട്ടെ, എന്നാലേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇഞ്ചിത്തൈര് തന്നെ പല രീതിയിൽ പല സ്ഥലത്ത് ചെയ്യണ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യണ മാതിരിയുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വേറെ രീതി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഓക്കെ, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കറക്റ്റാണ്, ഇതിൽ കൂടുതൽ വേണ്ട. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു വലിയ പച്ചമുളകും പിന്നെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. കുറച്ചുകൂടി ഉപ്പ് വേണം, ഒരു നുള്ളൂടെ. അപ്പം പച്ചമുളകിൻ്റെ എരിവ് നോക്കിക്കോളൂ. ഞാനൊരു വലിയ പച്ചമുളകും പിന്നെ ഒരു ചെറുതും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇത് കറക്റ്റാണ്. നല്ല, കാരണം ഇതൊക്കെ തൊട്ടുകറികളല്ലേ, ഇപ്പം നല്ല ചൊടി വേണം, നല്ല എരിവ് വേണം. അപ്പോൾ എന്തായാലും ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു റെസിപ്പിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ, അധികം ജോലിയൊന്നുമില്ല. സദ്യക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. പുതിയ വീഡിയോ ആയിട്ട്, അടുത്ത സദ്യ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.